സ്വന്തമായ നിലപാടുകൾ എടുക്കുമ്പോൾ എല്ലാവരും നിങ്ങളെ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പക്ഷെ എല്ലാവർക്കും നമ്മൾ പ്രാധാന്യം നൽകേണ്ട ആവശ്യവുമില്ല. ചുറ്റുമുള്ള പല ജീവിതങ്ങളെയും അടുത്തറിഞ്ഞു തുടങ്ങുമ്പോൾ അവരെ അതുവരെ നാം നോക്കിക്കേണ്ട കാഴ്ചപ്പാടുകൾ മാറും. നമ്മുടെ പ്രശ്നങ്ങൾ നിസ്സാരമായി തോന്നിപ്പോകും. ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് വിട്ടുകളയുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ചേർത്തു നിർത്താൻ പ്രയാസമുള്ള ഒന്നിനെ കൊണ്ടു നടക്കുന്നത് അതിലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ലോകത്തിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം സ്നേഹക്കുറവാണ്. വിട്ടുകളയാൻ തോന്നാത്തതും എന്നാൽ സ്വന്തമാക്കാൻ കഴിയാത്തതുമായ ചില ബന്ധങ്ങളായിരിക്കും നമുക്ക് കൂടുതൽ സന്തോഷവും അതുപോലെ തന്നെ സങ്കടവും നൽകുന്നത്. നല്ല സേവനത്തിനുള്ള പ്രതിഫലം ഒരൊറ്റ ദിവസം കൊണ്ട് ലഭിക്കുമെന്ന് കരുതരുത്. കർത്തവ്യങ്ങൾ നിറവേറ്റുന്നവർക്ക് അതിൻ്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും. സങ്കടങ്ങൾ ആരോടും പങ്കുവയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. അനുഭവങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞത് വാക്കുകളിലൂടെ ആർക്കും മനസ്സിലായെന്ന് വരില്ല. തെറ്റുകൾ പറ്റുമ്പോൾ പഴിക്കാൻ ഒരുപാട് പേരുണ്ടാകും. എന്നാൽ അവരാരും തന്നെ അതിൽ നിന്നും കരകയറാനുള്ള ഊർജം നൽകില്ല. അത് നമ്മൾ തന്നെ കണ്ടെത്തുകയേ മാർഗമുള്ളൂ. ആലോചിച്ച് മാത്രം ജീവിതത്തിൽ ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുക. സാഹചര്യങ്ങളെ പഴിചാരാതെ നമ്മുടെ സമയത്തിനും പരിമിതികൾക്കും അനുസരിച്ച് ആഗ്രഹങ്ങൾക്കായി പ്രവർത്തിച്ചു തുടങ്ങുക. ഇന്നല്ലെങ്കിൽ നാളെ വിജയം നമ്മളെ തേടിയെത്തും. വിട്ടുപോകാൻ നിർബന്ധം പിടിക്കുന്നവരെ പിടിച്ചു നിർത്താതെ സ്വതന്ത്രമാക്കി വിടുന്നതിലാണ് നിങ്ങളുടെ മഹത്വം. നിങ്ങൾ ലോകത്തിന് എന്താണോ കൊടുക്കുന്നത് അത്ര മാത്രമേ ലോകവും നിങ്ങൾക്ക് തിരിച്ചു തരികയുള്ളൂ. ഒരാൾ നിങ്ങളോട് വളരെ മധുരമായി പെരുമാറുമ്പോൾ ആ വ്യക്തി എല്ലായ്പ്പോഴും അങ്ങനെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. ഓർക്കുക, എത്ര മധുരിച്ചാലും എല്ലാത്തിനും ഒരു കാലാവധിയുണ്ട്. അപ്രതീക്ഷിതമായ പ്രശ്നങ്ങളും തീരുമാനങ്ങളും ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഒരു സാഹചര്യത്തിലും പ്രതീക്ഷ കൈവിടരുത്. കാരണം രാത്രിയിലെ ഇരുട്ട് പകലിൻ്റെ വെളിച്ചത്തിന് വഴി മാറുക തന്നെ ചെയ്യും. എത്ര വലിയ സിംഹാസനത്തിൽ എത്തിയാലും ഞാൻ എന്ന ഭാവത്തെ കൂട്ടുപിടിച്ചാൽ അവിടെ നിന്ന് വിനയത്തോടൊപ്പം വിജയവും പിന്മാറും. ഒരാൾക്ക് നമ്മളെ വെറും നിസ്സാരമായി പറ്റിക്കാൻ കഴിയുമെങ്കിൽ അതൊരിക്കലും അവരുടെ സാമർഥ്യമല്ല. അവരെ നമ്മൾ അത്രമേൽ വിശ്വസിച്ചിരുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ്. ദേഷ്യത്തിൻ്റെ ഒരു നിമിഷം ക്ഷമിച്ചാൽ ദുഃഖത്തിൻ്റെ 100 ദിവസങ്ങളിൽ നിന്നും രക്ഷ നേടാം. ക്ഷമയ്ക്കു പകരം ക്ഷമ മാത്രമേ ഉള്ളൂ. ക്ഷമ തോൽക്കുന്നിടത്ത് പരാജയവും ടെൻഷനും കൂടെപ്പിറപ്പായി ഉണ്ടാകുമെന്ന തത്വം മറക്കാതിരിക്കുക. വിജയത്തിൻ്റെ ഏറ്റവും ശക്തമായ ഘടകം ആത്മവിശ്വാസമാണ്. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുക. നിങ്ങളത് അർഹിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുക. നിങ്ങൾക്കത് ലഭിക്കുമെന്ന് വിശ്വസിക്കുക. വീണുടഞ്ഞത് ചേർത്ത് വെച്ചാൽ രൂപം ഉണ്ടായേക്കാം, പക്ഷെ പഴയ പോലെ ഭംഗി ഉണ്ടാവില്ല. അതുപോലെയാണ് പല ബന്ധങ്ങളും. സാഹചര്യം കൊണ്ട് പിരിഞ്ഞുപോയവരെ മറക്കരുത്. സാഹചര്യം മുതലാക്കി പിരിഞ്ഞുപോയവരെ ഓർക്കുകയും അരുത്. കള്ളങ്ങൾ അതിവേഗം വിശ്വസിക്കപ്പെടും. സത്യങ്ങൾ വിശ്വസിക്കണമെങ്കിൽ തെളിവുകൾ വേണ്ടിവരും. അതാണ് ലോകം. ചില കള്ളങ്ങൾ അങ്ങനെയാണ്. പറഞ്ഞവർ പെട്ടെന്ന് മറന്നു പോവുകയും കേട്ടവർ കാലങ്ങളോളം ഓർത്തു വയ്ക്കുകയും ചെയ്യും. പകയുള്ളവൻ അപവാദങ്ങൾ സൃഷ്ടിക്കും. വിഡ്ഢികൾ അത് പ്രചരിപ്പിക്കും. മൂഢന്മാർ അത് വിശ്വസിക്കും.